സുബിനെ നല്ല കൽക്കരി ട്രെയിൻ കണ്ടിട്ടുണ്ടോ? കൽക്കരി കൊണ്ടുപോകാൻ. പിന്നെ ഇത് കൽക്കരിയല്ല, ഇത് വേറെ ട്രെയിനാണ്. കൽക്കരി കൊണ്ടുവന്നിട്ടുണ്ടോ ട്രെയിനല്ലേ? നമ്മള് രണ്ടു വട്ടം എന്നാ ഇപ്പൊ ഫുള്ളായിട്ട് കണ്ടോ കേട്ടോ. ആയിക്കോട്ടെ, വരുന്നില്ല അവൻ. ഇവനാണ് കൽക്കരി ട്രെയിൻ. കൽക്കരി ഇങ്ങനെ കൊണ്ടുപോകണം. എത്ര ബോഗി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് എണ്ണാൻ പറ്റുമോ? സുബിന ഒന്ന് എണ്ണിക്കണം എത്ര ബോഗി ഉണ്ടെന്നേ. ഫസ്റ്റ് ആദ്യം എഞ്ചിന് കേട്ടോ, അവൻ ഓൺ അടിച്ചു. നമുക്ക് വേണ്ടി ആയിരിക്കും. ഫസ്റ്റ് എഞ്ചിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 52 കഴിഞ്ഞാൽ ഒരു ബോഗിയാണ്. 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91. ഞാൻ നിർത്തി എന്ത് ചെയ്യാൻ സുബിനെ, ഞാൻ നിർത്തി കേട്ടോ. എത്രയാണ് എൻ്റെ എണ്ണം തരും. അവസാനം ഒരു എഞ്ചിൻ വരുന്നുണ്ട്. അവൻ്റെ അവസാനം ഒരു എഞ്ചിനാണ്. അതാണ്ട് പോകുന്നത് 102 ബോഗിയും 2 എഞ്ചിനും 3 എഞ്ചിനും. എനിക്ക് എണ്ണാൻ പറ്റിയോ? നിങ്ങൾ എണ്ണിയോ? 102 ബോഗിയും 3 എഞ്ചിനും ഉണ്ടല്ലേ? ഞാൻ എന്നെ ഇടയ്ക്ക് തെറ്റിപ്പോയി. ഇത്രയും വലിയ ഇത് പോകുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആ പാലത്തിൽ വെച്ചാണ് കൂട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എന്റെ കണക്കൂട്ടിൽ മുഴുവൻ തെറ്റി. അപ്പൊ ആരെങ്കിലും ഒരാൾ ശരിയായല്ലോ. എന്നാ വിട്ടേക്കാം. ബണ്ടാബർഗ് ഇനി എത്രയാ? ഇനിയുണ്ട് 226 കിലോമീറ്റർ. വെച്ചാ പോയാലോ? സുബിന് ഞാൻ ഇതിലൊരു ഭാവി കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് മിക്കവാറും അല്ല ഇങ്ങനത്തെ വല്ല ജോലിയൊക്കെ അന്വേഷിക്കാതിരിക്കണേ. നല്ല സുഖല്ലേ? നല്ല ജോലി. സുബിന്റെ അടിക്കുന്നതിന്റെ നാക്കുണ്ട്. അതെ, നമുക്ക് എല്ലാ കാര്യം വൃത്തിയായി ചെയ്യണം എനിക്ക് നിർബന്ധം. കാരണം എനിക്കൊന്ന് പെട്രോൾ അടിച്ചപ്പോൾ സുഖനാന്ന് തോന്നുന്നു. ഡീസൽ അടിച്ചപ്പോൾ നിങ്ങളാരും ഇറങ്ങുന്നില്ല. നമുക്ക് മെയിൻ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. ഇതിനകത്ത് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ വിഷയം മാറും. അത് ശരിയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നന്നായി. നീ പോയി പേ ചെയ്തേക്കാം.
കാശ് കൊടുക്കുന്നത് നിങ്ങളുടെ ചുമതല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അതല്ലേ ഐസ് കോഫി ഓ ഐസ് കോഫി ശരീരത്തിന് മനസ്സിന് വളരെ നല്ലതല്ലേ? പിന്നെ തീർച്ചയായും അടിപൊളി. ഭയങ്കര ചൂടല്ലേ? പുറത്ത് കൂടാ, ഇത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതാണ് അകത്ത് നല്ല തണുപ്പായിരിക്കും. സുബിര അതല്ല സുബിര നല്ല അറിയാം സംഭവം. മാങ്ങത്തൈയല്ലേ? എന്തോ തൈ മാങ്ങയാണോ മാവാണോ? മാവാണ് എത്ര അടുപ്പിച്ച് വെക്കില്ല. എന്തോ ഒരു കൃഷി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലും ഉണ്ട് എന്തോ ചെറിയ കൃഷി പരിപാടികൾ. എന്താണെന്ന് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് അവിടെ കരിമ്പ് കാണാം. ഇത്രയും നാളെ നേരമായിട്ട് കൃഷികളൊക്കെ കാണാതിരിക്കാറുണ്ട്. ഇപ്പം പെട്ടെന്ന് കൃഷികളായി തുടങ്ങി. ഇനി ബുണ്ടാബർഗ് ഇനി ഇവിടുന്ന് 21 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെയും കരിമ്പുണ്ട്. ഈ സൈഡിലും കരിമ്പാണ്, ചെറിയ കരിമ്പ്. എന്തോ കൃഷിയുണ്ടല്ലോ സാധാരണ. സ്ട്രോബെറി ആണ് അല്ലേ? സ്ട്രോബെറി ആക്കാറുണ്ട് അല്ലേ? അവിടെ ഒരു മഹേന്ദ്രന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. മഹേന്ദ്രയുടെ ഞാൻ കണ്ടായിരുന്നു. പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അത് സ്ട്രോബെറി ആക്കാണ്. ഏകദേശം ബുണ്ടാബർഗ് അടുക്കാറായി. ഇത് കരിമ്പ് കരിഞ്ഞിരിക്കുന്നതാണോ? അത് കൾട്ടിവേറ്റ് കഴിഞ്ഞാണോ സംഭവം? നമ്മൾ ബുണ്ടാബർഗ് എത്തി. ഇവിടുത്തെ ഏറ്റവും വലിയ കാണേണ്ടത് നമ്മുടെ ഡിസ്റ്റിലറിയാണ് അല്ലേ? ഇവിടുത്തെ ഡിസ്റ്റിലറി, നമ്മുടെ ബുണ്ടാബർഗ് റമ്മിൻ്റെ ഡിസ്റ്റിലറി ഉണ്ട്. അത് കാണണം. ഇത് മേടിക്കുന്നോ? കാരവാൻ ഇപ്പോഴല്ല, തിരിച്ചു കഴിഞ്ഞ് മേടിക്കല്ലേ? നാട്ടിലുള്ള എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട്. അങ്ങനെ കുറേ നേരം ഓടി ഞങ്ങൾ നമ്മുടെ ബുണ്ടാബർഗിലെ കാരവാൻ പാർക്കിൽ എത്തിയേക്കാണ്. ഇവിടെ തൊട്ടടുത്ത് ഇവിടെ എവിടെയോ ആണ്. നമ്മൾ കാണിക്കുന്നല്ലേ? അവൾ പറയുന്നുണ്ട് 1.7 കിലോമീറ്റർ പോകണമെന്നാണ് അവൾ പറയുന്നത്. ഈ റൂട്ടിൽ എവിടെയോ ആണ് കാരവാൻ പാർക്ക്. ഇന്നത്തെ നമ്മുടെ താമസം ഇവിടെയാണ്. ബിഗ് ഫോർ കെയിൻ വില്ലേജ് ഹോളിഡേ പാർക്കിലാണ് നമ്മളെത്തി. ഇവിടെ ഒഫീഷ്യലായിട്ട് എത്തി. ഇത് ചെറിയ ഹോളിഡേ പാർക്കാണ്. അതുപോലെ സുബിൻ ചാവി എടുക്കാൻ പോയത് അവിടെ നമ്മുടെ സോറി വി ആർ ക്ലോസ്ഡ്. പക്ഷെ നമ്മുടെ സുബിൻ ജോർജിന്റെ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ബുണ്ടാബർഗിലെത്തി. നമ്മുടെ ഇത് സുബിൻ കീ എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങോട്ടെ. ഇവിടെ ചെറിയ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഇതുപോണക്ക് നമ്മുടെ എല്ലാ ദിവസവും താമസിച്ചുകൊണ്ടുള്ളൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ നമ്മുടെ അലോട്ട്മെൻറ്റ് ഇവിടെ എവിടെയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി വണ്ടി നമ്മുടെ ഇലക്ട്രിസിറ്റി കൊടുത്തിടണം. കിട്ടിയോ? കിട്ടി. നോക്കിയേ, കീ ഉണ്ടോ? കീ ഒക്കെ ഉണ്ടോ? കീ ഇല്ല. ഓക്കെ, കീ ഇല്ല. മാപ്പുണ്ട്. എത്രാമത്തെ നമ്പർ? നമ്പർ 22. അപ്പോൾ നമുക്ക് നമ്പർ 20 പോകാം. അവിടെ ചെന്നിട്ട് 22 പോകാം. അവിടെ ചെന്നിട്ടാണ് നമ്മൾ പവർ കുത്തുന്ന വണ്ടി. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി വണ്ടി ഇറക്കി ഒഫീഷ്യലായിട്ട് കുത്തണം. പിന്നെ ആൾക്കാരൊക്കെ പതുക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ യാത്ര വലിയൊരു ക്ഷീണമായിട്ട് തോന്നിയില്ല. കാരണം 600 ചില്ലുവാനും കിലോമീറ്റർ ഉള്ളായിരുന്നു. ഇനിയിപ്പം കുറഞ്ഞു വരികയാണ്. ഇനി നമുക്ക് വെറും 600 കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളുടെ 7000 കിലോമീറ്റർ വരയ്ക്കാൻ. യാതൊരു കുഴപ്പമില്ല. ഇത്രയും നാളും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരെയും പ്രാർത്ഥന കൊണ്ടും നമ്മൾ അക്കോർഡിംഗ് ടു പ്ലാനാണ് ഇവിടം വരെ എത്തിയത്. ഇനിയിപ്പോൾ നാളെ നമ്മൾ നേരെ നമ്മൾ പോകുന്നത് സൺഷൈൻ കോസ്റ്റാണ്. അത് കഴിഞ്ഞ് 1 ദിവസം ബ്രിസ്ബൻ. അവിടെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ യാത്ര നല്ല ഒരു യാത്ര തന്നെയായിരുന്നു. വലിയൊരു ക്ഷീണം തോന്നുന്നു. ഒരു ക്ഷീണമില്ലാത്ത യാത്ര. എല്ലാം നമ്മുടെ പ്ലാനുകൾ അനുസരിച്ചല്ലേ? എല്ലാം സമയബന്ധിതമായിട്ട് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. അപ്പോൾ ഞങ്ങളിത് നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് ചെറിയ ഇഷ്ടം കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത്. ഇപ്പം ഇച്ചിരി താമസിച്ചു പോയി. പക്ഷേ നമ്മൾ ഇന്ന് വെളിയിൽ പോയി ഫുഡ് കഴിക്കാമെന്നാണ്. ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ തൊട്ടടുത്തുണ്ടെന്നാണ് നമ്മൾ ഗൂഗിൾ നോക്കിയപ്പം മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റ് പോവാണ്. ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം ഞാൻ ചൈനീസ് വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. ഇന്ത്യൻ നമ്മൾ ഡെഫിനറ്റ്ലി എപ്പോഴും ഇന്ത്യൻ ആണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ അല്ല, ഇന്നിപ്പോൾ ഒരു ചൈനീസ് വ്യത്യസ്തമായ ചൈനീസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റ് പോവാണ്. വേറെ ഫുഡ് കഴിക്കാൻ റെഡിയായോ? വേറെ കാര്യമാക്കിയിരിക്കില്ലേ? അപ്പം ഞങ്ങൾ എന്താ പറയുക, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചൈനീസ് വേണേൽ കൊറിയൻ വേണം. അവിടെ ഞാൻ തീരുമാനിക്കും. ഞാൻ ചൈനീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊറിയൻ ആണെങ്കിൽ കൊറിയൻ അല്ലേ? എന്ത് വേണമെങ്കിലും കറിയാം. കൊറിയയിലൊക്കെ പട്ടിയിറച്ചി ഉണ്ടല്ലോ. ഇവിടെ ഏതായാലും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ മെയിൻ സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മൾ പോകുന്നതാണ് എനിക്ക് തോന്നുന്നു അല്ലേ? മെയിൻ ടൗൺ. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാ ബിസിനസ്സും ക്ലോസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ തന്നെ ഇവരെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു
8:30 വരെ ഉള്ളൂ സംഭവം. അപ്പോൾ അതിന് ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആടുക്കുന്നു. അപ്പോൾ ഒരു അരമണിക്കൂറിന് വേണം കഴിച്ച് തീർക്കാനായിട്ട്. ബുഫേ തീർക്കണം. ഇവിടെ എവിടെയോ ആണെന്നാണ് തോന്നുന്നത് അല്ലേ? ഇവിടെ അടുത്ത് ഇനിയിപ്പം 450 മീറ്ററേ ഉള്ളൂ. ഇവിടെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നേരത്തെ അടയ്ക്കും. 8:30 ആകുമ്പോഴത്തേക്ക് ഈ ഫുഡൊക്കെ. നമ്മുടെ നാട്ടിൽ അങ്ങനല്ല. കാരണം 10 12 വരെയൊക്കെ എന്തെങ്കിലും ഒരു ഓംലേറ്റും അല്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടും. വഴുത്ത തട്ടുകടയിലാണ്. ഇവിടെ അങ്ങനെ സംഭവമില്ല. പിന്നെ KFC മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട് സംഭവം. പക്ഷേ അത് നമുക്കത് പിടിക്കില്ല. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇപ്പം നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റ് നോക്കി, പിന്നെ കൊറിയൻ നോക്കി. ആദ്യമേ ചൈനീസാണെന്ന് വിചാരിച്ചത്, പക്ഷേ ഇനിയിപ്പം കൊറിയനാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ കൊറിയനിലോട്ട് പോകണം. കൊറിയൻ റെസ്റ്റോറൻറ്റ്. ആ ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എങ്ങനെയുണ്ടോ നോക്കാൻ പോയി. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നത് മീക്കാക്ക് കൊറിയൻ ബാർബിക്യൂ റെസ്റ്റോറൻറ്റ്. കൊറിയൻ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. നല്ല കഴിച്ചിട്ടുണ്ടോ കൊറിയൻ ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പച്ചൻ കഴിച്ചിട്ടില്ല. നമുക്ക് കഴിച്ചേക്കാം. വയറ് വാടകയ്ക്ക് വന്നേക്കാണ്. മീക്കാക്ക് കൊറിയൻ ബാർബിക്യൂ റെസ്റ്റോറൻറ്റ്. നല്ല ആളൊക്കെ ഉള്ള റിവ്യൂ ഒക്കെ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. അതായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇവിടെ വന്ന് കഴിക്കുക. എന്തൊക്കെയാണെന്നൊരു പിടിയില്ല. പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ടല്ലേ? കാണുന്നൊക്കെ വലിച്ചു വരും. കാണുന്നൊക്കെ നമ്മൾ വലിച്ചു വരും. ഒരു ഐഡിയ ഇല്ല എന്തൊക്കെയാണ്, പക്ഷെ കിറ്റ് തന്നെ എടുത്തു. ചൈനീസ് പോലെ തന്നെയാണ് തോന്നുന്നല്ലേ? ചൈനീസ് പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നു. ഒരു ഷേപ്പ് പോലെ തന്നെ, ഫുഡും ഏകദേശം ഒരേപോലെ. ഏകദേശം നമുക്ക് സോസ് ഉണ്ട്. നമ്മുടെ കലമാരി റിംഗ് ആണ് തോന്നുന്നത്. കലമാരി ഉണ്ട്. പിന്നെ ചിക്കൻ ഏതാണ്ടുണ്ട്. എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇത് സൂപ്പ്, ഇത് ക്രാബ് സൂപ്പ്, ക്രാബ് മീറ്റ് സൂപ്പ്. തുടങ്ങിയേക്കാം. അപ്പോൾ അതെ, ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, കുക്ക് ചെയ്തില്ല. ഇവിടെ വന്നൊരു വെറൈറ്റി പരിശീലിക്കും. കൊറിയൻ ഈ ചൈനീസ് ഫുഡൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലേ? ഇത് നമ്മുടെ ചിക്കൻ്റെ എല്ലാ സംഭവമെല്ലാം നമ്മുടെ ഞാനും ആദ്യം ഓർത്ത് ഇതായിരിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഏതായാലും നല്ലതാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. വേറെ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. സ്വീറ്റ് ചില്ലി, ബീഫ്, എന്നാ നല്ലത്? വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പ്രോൺസ്, ബീഫ്, ചിക്കൻ. അത് തന്നെ, ചിക്കൻ എല്ലാം ഉണ്ട്. അവിടെ കണ്ടാക്കി അങ്ങ് എടുത്തു. അങ്ങ് എടുത്തുന്നുള്ളത് നിസ്സാരമായിട്ട് എടുത്തു. വയറ് വെച്ചിട്ടുണ്ട് വരികയായിരുന്നു. അതും സെയിം സംഭവം അല്ലേ? ഇത് നമ്മുടെ ഇതിനെന്താ പറയാ, മസിൽസ്. മസിൽസ്. പിന്നെ ഇത് നമ്മുടെ ഈ സൂഷി. ഇതാണ് ഇവിടുത്തെ കുറേ റെസ്റ്റോറൻറ്റ്. ഇത് പ്ലെയിൻ ചിക്കൻ, ഓരോ സംഭവങ്ങളുണ്ട്. ഇത് ഡീപ് ഫ്രൈസ്, കുറേ ഡീപ് ഫ്രൈസ് ഉണ്ട്. ഇത് ചിപ്സ്, ബാക്കിയുള്ളവരെ തീർന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത ഇവിടെ ഇരുന്ന് നമുക്ക് ഓപ്പൺ ആയിക്കൊണ്ട് നമുക്ക് തന്നെ മീറ്റ് എടുത്ത് നമുക്ക് തന്നെ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാം അല്ലേ? ബാർബിക്യൂ കുക്ക് ചെയ്യാം. ഇതിനകത്ത് ബാർബിക്യൂ ചെയ്യാം. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇവിടെ മീറ്റ് എടുത്ത് നമ്മൾ മീറ്റ് വെച്ചിട്ടാണ് മീറ്റ് എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് തന്നെ ബാർബിക്യൂ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെ മായരാണ്. പുള്ളിയെന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 4 പേര് ഇന്ത്യക്കാരേ ഉള്ളൂ, അവർ കൊറിയക്കാരാണ്. ഇഷ്ടമുള്ള എടുത്ത് കഴിച്ചു. 9 മണി വരെ ഇരുന്നോളം പറഞ്ഞു. ഇപ്പോൾ ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. വയറ് നിറഞ്ഞു. കാരണം കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എത്രയും ശ്രമിച്ചിട്ട് അങ്ങോട്ട് പോകുന്നില്ല സംഭവം. ഇനിയിപ്പോൾ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇത് കഴിച്ച് കഴിഞ്ഞാലുണ്ട്. ഇത് ഐസ്ക്രീമാണ്. ഇനി ഇതുകൂടെ ഉള്ളൂ കൊടുക്കാനായിട്ട്. ഇത് നമ്മുടെ സാറിന് എത്തി. എല്ലാവരും പോയി വീട്ടിൽ പോകും, ഞങ്ങൾ മാത്രം. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കൊറിയൻ ഫുഡ് കഴിച്ചു. കൊറിയൻ ഫുഡ് ഞാൻ നേരത്തെ ഓർക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇങ്ങനെ നമ്മൾ വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. നമുക്കിത് മുമ്പേ ഇതിനെ കഞ്ഞി അതിനകത്ത് വെച്ചുള്ള സംഭവമാണ് ഏറ്റവും ടേസ്റ്റ് അല്ലേ സൺഡേ. പക്ഷേ ഈ പ്രാവശ്യം താമസിച്ചു പോയി. എന്നാൽ ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ എന്ന് കണ്ടിട്ട് ചൈനീസാണ് നോക്കിയത്. പക്ഷേ കിട്ടിയില്ല. അപ്പം കൊറിയൻ വന്നു. നമ്മൾ ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ് തന്നെയാണ്. ചൈനീസിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം ഇവിടെ ഇംഗ്ലീഷുകാരെ ബേസ് ചെയ്താണ് അവർ ഉണ്ടാക്കുന്നത് ഇതെല്ലാം.
ചെറിയ മധുരമൊക്കെ. അപ്പോൾ അതായത് സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോകണം. നാളെ നമ്മൾ ബണ്ടാബർഗ് ഇവിടെ ഏറ്റവും വലിയ ഡിസ്റ്റിലറി, അതുകൂടാതെ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളുമാണ് നാളത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.